وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ നാട്ടിൽ വീട്ടിൽ ഒരു പ്രസവം നടക്കുകയും അതിനോടനുബന്ധിച്ച് ആ സ്ത്രീ മരിക്കുകയും ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത ഒരാഴ്ചയിലധികമായി നിറഞ്ഞു നിൽക്കുകയാണ്. സമൂഹത്തിലെ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിഷയങ്ങളിൽ കഴിഞ്ഞ ഖുത്ബയുടെ ഒടുക്കം അതിനെ സംബന്ധിച്ച് സൂചനാപരമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം സമൂഹത്തിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കൂട്ടരിൽ നിന്നും അങ്ങനെ ഒരു വിഷയമുണ്ടായപ്പോൾ ഉയർന്നു വന്ന വിമർശനം എന്ന സ്വാഭാവികതയിൽ നിന്നും അത് വഴിമാറിയിരിക്കുന്നു. ഇപ്പോൾ ഇത് മുസ്ലിം സമുദായത്തെ മൊത്തം പ്രതിക്കൂട്ടിലാക്കി നമ്മുടെ മതം പ്രാകൃതമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് മുഖ്യധാരാ മാധ്യമങ്ങളും മീഡിയകളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ വിമർശിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും കിട്ടുന്ന അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന മാധ്യമങ്ങൾക്ക് ഒരു വഴി തുറന്നു കൊടുക്കാതിരിക്കലാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. പ്രസവവും അനുബന്ധ മരണങ്ങളും ഇന്നലെ ഉണ്ടായ, അതല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ ഒരു പുതിയ സംഭവമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് കയറി ചെന്നാൽ ഒരു ബ്ലേഡും ഒരു പാരസെറ്റാമോളും കൊണ്ട് പ്രസവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതിലൂടെ എത്രയോ മരണങ്ങൾ നടക്കുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം 1000-ൽ 6 അല്ലെങ്കിൽ 7 പേർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ആ വിഷയത്തിൽ നമ്മുടെ രാജ്യം യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം തന്നെയാണ് എന്നുള്ളത് ആശ്വസിക്കാം. ഏതായാലും വീട്ടിലെ പ്രസവ മരണം നടന്ന 4-ാം ദിവസം നാം അറിയാതെ പോയൊരു കാര്യമുണ്ട്. വീട്ടിലെ പ്രസവം നടന്ന് 4-ാം ദിവസം നമ്മുടെ തൊട്ടടുത്ത് തിരൂരങ്ങാടിയിൽ ഒരു ആശുപത്രിയിൽ സിസേറിയന് വിധേയമായി രക്തം വാർന്നൊരു സ്ത്രീ മരണപ്പെടുകയുണ്ടായി. ആ വാർത്ത കേരളത്തിലെ ഒരു പത്രവും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല. എൻ്റെ അറിവ് അങ്ങനെയാണ്, ഒരു പത്രത്തിനും അത് വായിക്കാൻ കഴിഞ്ഞില്ല. ആരും ആ വാർത്ത കൊട്ടിഘോഷിക്കുന്നതായും കണ്ടില്ല. സമാനതകളുള്ള 2 വിഷയങ്ങൾ, ഒരു വിഷയത്തിൽ സ്വീകരിച്ച നിലപാടും മറ്റേ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടും തമ്മിലുള്ള വ്യത്യാസം എന്തിൻ്റെ പേരിലാണ്? പൊതുവെ ഇത്തരത്തിലൊരു വിഷയമുണ്ടാകുമ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മുസ്ലിം സ്ത്രീകൾ പ്രസവിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ് വാർത്ത. കൂടുതൽ പ്രസവിക്കുന്നവരും മുസ്ലിമീങ്ങളാണ് എന്ന വാർത്ത വളരെ പരിഹാസപൂർവമാണ് ഈ സമൂഹത്തിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ പ്രസവവും അനുബന്ധ വിഷയങ്ങളും എന്തെല്ലാമാണ് എന്ന് വിശ്വാസി സമൂഹം കൃത്യമായി അറിഞ്ഞിരിക്കണം. അതിനെ സംബന്ധിച്ച് ബോധവാന്മാരായിരിക്കണം. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അവൻ സൃഷ്ടിച്ച ജീവിവർഗങ്ങളിൽ സസ്തനികളുമുണ്ട്, സസ്തനീയേതര ജീവികളുമുണ്ട്. തലമുറയെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തിൽ സസ്തനികളിലെ സ്ത്രീവർഗത്തിൽ ഗർഭം ധരിക്കുക, പ്രസവിക്കുക, മുലയൂട്ടുക എന്നീ 3 കാര്യങ്ങൾ അള്ളാഹു പ്രകൃതിപരമായി സംവിധാനിച്ചിട്ടുണ്ട്. സസ്തനികളിൽ മാത്രമാണതുള്ളത്. ഈ പ്രക്രിയ എപ്പോൾ ഇല്ലാതെയാകുന്നോ അപ്പോൾ ആ വംശം നശിച്ചു പോകും. ഒരു ജീവി ഗർഭം ധരിക്കുന്നില്ല, അത് പ്രസവിക്കുന്നില്ല, അങ്ങനത്തെ ഒരു ജീവി കുറെ കാലം നിലനിൽക്കുകയില്ല.
ആ ഒരു പ്രക്രിയ ആ ഒരു ആപത്ത് മനുഷ്യവർഗത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാമിന് ശക്തമായ നിർബന്ധമുണ്ട്. ഗർഭധാരണം, പ്രസവം, മുലയൂട്ടൽ, അതിനെല്ലാം ഇസ്ലാം അതുകൊണ്ട് തന്നെ പ്രോത്സാഹനം നൽകി. അതിൻ്റെ പ്രാഥമിക ഘട്ടമായ ലൈംഗിക ബന്ധം ആസ്വാദ്യമാക്കി തീർത്തു. എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടാകുക എന്നുള്ളതല്ല, ആസ്വദിക്കുക എന്നതിലേക്ക് എത്തിച്ചു. അതിൽ ഗർഭം ധരിക്കുക, പ്രസവിക്കുക, മുലയൂട്ടുക എന്ന പ്രക്രിയയിൽ സ്ത്രീയാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ആസ്വാദനത്തിലെ ഏറ്റവും കൂടിയ ഭാഗം സ്ത്രീക്ക് അല്ലാഹു തആല സംവിധാനം ചെയ്തു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്ന് പ്രസവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനെ സംബന്ധിച്ച് ചോദിക്കുകയുണ്ടായി. ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ 2052 നമ്പറായി രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ്. അല്ലാഹു റസൂലിനോട് പറഞ്ഞു, ഇന്നി അസബതു ഇംറഅതൻ ദാത ഹസബിൻ വ ജമാലിൻ, നല്ല ഭംഗിയുള്ള, നല്ല തറവാടിത്തമുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. വ ഇന്നഹാ ലാ തലിദു, ആ പെണ്ണ് പ്രസവിക്കൂല. ഞാൻ അവളെ കല്യാണം കഴിച്ചോട്ടെ, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല തറവാട്ടി പറഞ്ഞതാണ്, ഞാൻ കല്യാണം കഴിച്ചോട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, കല്യാണം കഴിക്കണ്ട. അയാൾ വീണ്ടും പിന്നെ ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു, നബിയെ നല്ല പെണ്ണാണ്, ഞാൻ കെട്ടിക്കോട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, കല്യാണം കഴിക്കണ്ട. മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ അതാണ് റസൂൽ പറഞ്ഞു, തസവ്വജുൽ വദൂദ അൽ വലൂദ്, നീ കല്യാണം കഴിക്കേണ്ടത് കൂടുതൽ പ്രസവിക്കുന്ന, അതിലൂടെ നിന്റെ ഹൃദയത്തിലേക്ക് പ്രണയവും സ്നേഹവും ഇട്ടുതരാൻ പറ്റുന്ന പെണ്ണിനെ ആയിരിക്കണം നീ കല്യാണം കഴിക്കേണ്ടത്. അപ്പോൾ പ്രസവിക്കാത്ത സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സ്വീകരിച്ച നിലപാടതാണ്. ഇവിടെ പ്രസവിക്കണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ജനസംഖ്യാ നിയന്ത്രണം ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. വിമർശകർ ഇസ്ലാമിനെ പരിഹസിക്കുന്നത് പെറ്റുകൂട്ടുന്നവർ എന്നാ പറഞ്ഞത്. വളരെ മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുപോലെ മിമ്പറിലൊന്നും പറയാൻ കഴിയില്ല. തോമസ് മാത്യൂസിന്റെ ജനസംഖ്യാ വിസ്ഫോടന തിയറി, ആ തിയറിയിൽ ആകർഷണീയരായിക്കൊണ്ട് ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തിയ ചൈന ഉൾപ്പെടെയുള്ള, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്നീട് ആ നിയമം പിൻവലിക്കേണ്ടി വന്നു. എന്താ കാരണം? ആ നിയമം നടപ്പിലാക്കിയപ്പോൾ അവിടെ പ്രസവിക്കുന്നവർ ഒരു കുട്ടിയെ മാത്രം മതിയെന്നാണ് പറഞ്ഞത്. അവിടെ ഭ്രൂണഹത്യ അനുവദനീയമായിരുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയവും അനുവദനീയമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും ഗർഭസ്ഥ ശിശു പെണ്ണാണ് എങ്കിൽ പ്രസവിക്കണ്ട, അതിനെ അബോർഷൻ ചെയ്ത് അതിനെ നീക്കം ചെയ്ത് കളയാം, ഭ്രൂണഹത്യയ്ക്ക് വിധേയമാക്കാം എന്നവർ തീരുമാനിച്ചു. ഒരാൺകുട്ടി മാത്രമുള്ള കുടുംബങ്ങൾ ധാരാളം വന്നു. ഒടുവിൽ വൃദ്ധന്മാരുടെ ചെയിന രൂപപ്പെട്ടു. കയറ്റുമതിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന നാട് ഏറ്റവും പിൻപന്തിയിലേക്ക് പോകാൻ തുടങ്ങി. ആ സമയത്ത് വൃദ്ധന്മാർ മാത്രമായി, ആണുങ്ങളും മാത്രമായപ്പോൾ വിയറ്റ്നാമിൽ നിന്ന് വരെ പെണ്ണുങ്ങളെ ഇറക്കി. എന്തിന്? വിവാഹം കഴിക്കാൻ. പെൺകുട്ടികളെ കിട്ടാനില്ല. രണ്ടും രണ്ട് കൾച്ചറായി കഴിഞ്ഞപ്പോൾ ആ പെണ്ണുങ്ങൾ നാട് വിട്ടു പോകാൻ തുടങ്ങി. വിവാദമായി, വലിയ പ്രശ്നമായി. ഒടുവിൽ അവർക്ക് ആ തീരുമാനത്തിൽ നിന്നും പിന്തിരിയേണ്ടി വന്നു. വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 140-ാമത്തെ വചനത്തിൽ അല്ലാഹു ആ വിഷയത്തിന്റെ ഗൗരവം പറയുന്നുണ്ട്. അതായത് ജനസംഖ്യാ നിയന്ത്രണം ആരെങ്കിലും ഏർപ്പെടുത്താൻ തീരുമാനിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത്. ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും സഫഹം ബിഗൈരി ഇൽമിൻ, ഒരു വിവരവുമില്ലാതെ വിഡ്ഢിത്തപരമായി മക്കളെ കൊല്ലുന്ന ആളുകൾ അവർ പരാജിതരായിരിക്കുന്നു. ഖതലുൽ ഔലാദ് എന്നാണ് ഭ്രൂണഹത്യയും അതേപോലെ ജനസംഖ്യാ നിയന്ത്രണത്തിനും ഖുർആൻ ഉപയോഗിച്ച പദം. വഹറമു മാ റസഖഹുമുല്ലാഹു ഇഫ്തിറാഅൻ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ദുരാരോപണം നടത്തിക്കൊണ്ട് അല്ലാഹു അവർക്ക് നൽകിയത് അവർ നിഷിദ്ധമാക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ ആ ഭാഗത്തെ പറഞ്ഞത് അവർ നഷ്ടക്കാരായിരിക്കുന്നു എന്നുള്ളതാണ്. മാത്യൂസിന്റെ സിദ്ധാന്തത്തിൽ ജനസംഖ്യ നിയന്ത്രണം വേണമെന്ന് പറയാനുള്ള പ്രധാനമായ കാരണം ഇക്കോലത്തിൽ ജനങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ദാരിദ്ര്യമുണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ്. മാത്യൂസ് പറഞ്ഞ കാലഘട്ടം ഏതാണെന്ന് ഓർക്കണം. ഇന്ന് ജനസംഖ്യ എത്രയായി? 8.2 ബില്യനായി. അവിടം വരെ എത്തി. ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്, വലഞ്ഞു പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത്.
വലഞ്ഞു പോകും, ഇനി ജീവിക്കാൻ കഴിയില്ല, ദാരിദ്ര്യമുണ്ടാകും, ചെലവിന് കൊടുക്കേണ്ടി വരുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുത്. കാരണം നഹ്നു നർസുഖുഹും വഇയ്യാകും, നിങ്ങൾക്കും അവർക്കും അന്നം കൊടുക്കുന്നത് നമ്മളാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ, മക്കളെ കൊല്ലൽ, ഭ്രൂണഹത്യ നടത്തൽ, ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തൽ അത് ഗൗരവമുള്ള കുറ്റമാണ്, നിസ്സാര കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലെ 4477 നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസാ. അല്ലാഹുവിന്റെ റസൂലേ, അയ്യു ദംബി അഅലമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗൗരവമുള്ള കുറ്റം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദ, അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ് ഏറ്റവും വലിയ കുറ്റം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന ദാലികൽ അദീം, അത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഗൗരവമുള്ള കാര്യം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഖ്തുല വലദക തഖാഫു അൻ യത്അമ മഅക, നിന്റെ കുഞ്ഞിനെ കൊല്ലലാണ്, അവൻ നിന്റെ കൂടെ ഭക്ഷിക്കുമെന്ന് ഭയപ്പെട്ടത് കൊണ്ട്. എന്ന് പറഞ്ഞാൽ തിന്നാൻ കൊടുക്കണം, പോറ്റണം എന്ന് ചിന്തിച്ച് ഭയപ്പെട്ടുകൊണ്ട് ഭ്രൂണഹത്യക്ക് വിധേയമാവുകയോ സന്താന നിയന്ത്രണം ഏർപ്പെടുത്തുകയോ ചെയ്യൽ ഗൗരവമുള്ള കുറ്റാണ്. അതുകൊണ്ട് ഗർഭം ധരിക്കുക, പ്രസവിക്കുക, മുലയൂട്ടുക എന്നുള്ളത് അള്ളാഹു മനുഷ്യന് നൽകിയ പ്രകൃതിപരമായ കാര്യമാണ്. ഇതര ജീവികളിൽ നിന്ന് മനുഷ്യവർഗത്തിനുള്ള പ്രത്യേകത, ഇതര ജീവികളിലെ പെൺവർഗത്തെ പോലെയല്ല മനുഷ്യവർഗത്തിലെ സ്ത്രീകൾ. അവരുടെ പ്രസവം അത് സങ്കീർണതകൾ നിറഞ്ഞതാണ്. ഇതര ജീവികൾ എങ്ങനെയും പ്രസവിക്കും, ഗർഭം ധരിക്കും, എങ്ങനെയും പ്രസവിക്കും. ആന പ്രസവിക്കുന്നത് പോലെയല്ല, ആട് പ്രസവിക്കുന്നത് പോലെയല്ല മനുഷ്യൻ പ്രസവിക്കുന്നത്. ഒരു മുസ്ലിയാർ പരസ്യമായി ചോദിച്ച ചോദ്യം, ആന പ്രസവിക്കുന്നില്ലേ, ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടാണെന്നാ. ആട് പ്രസവിക്കുന്നില്ലേ, ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടാണ്? ആനക്ക് കാലൊടിയാറുണ്ട്, ആന ഒരിക്കലും ഒരു ഹോസ്പിറ്റലിലും സർജറിക്ക് വിധേയമാകാറില്ല. ആടിൻ്റെ കാലും കൈയും ഒടിയാറുണ്ട്, ആടിനെയും ഒരു ഹോസ്പിറ്റലിലും കൊണ്ടുപോയി കാലും കൈയും സർജറിക്ക് വിധേയമാക്കാറില്ല. നമ്മൾ മനസ്സിലാക്കണം, അത്രയും നിസ്സാരമായിക്കൊണ്ടാണ് ആന പ്രസവിക്കുന്നത് പോലെ, ആട് പ്രസവിക്കുന്നത് പോലെയാണ് മനുഷ്യ സ്ത്രീ പ്രസവിക്കുന്നത് എന്ന് വളരെ ലാഘവത്തിൽ പറയുന്നുണ്ട്. അവിടെ അറിയേണ്ടത് സ്ത്രീയുടെ ഗർഭകാലം, അവരുടെ പ്രസവം, അവരുടെ മുലയൂട്ടൽ എന്നീ കാര്യങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആൻ നടത്തിയ പ്രയോഗം ക്ലേശം, വിഷമം, മരണതുല്യം എന്നെല്ലാമാണ്. വിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിന്റെ 14-ാം വചനം അല്ലാഹു പറയുന്നുണ്ട്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കളുടെ വിഷയത്തിൽ നാം മനുഷ്യന്മാരോട് വസിയ്യത്ത് ചെയ്യുകയാണ്. എന്താ വസിയ്യത്ത്? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, അവൻ്റെ ഉമ്മ അവനെ ഗർഭം ധരിച്ചത് ക്ഷീണത്തിൻ്റെ മേൽ ക്ഷീണം സഹിച്ചിട്ടാണ്. വല്ലാത്ത ക്ഷീണമായിരിക്കും. പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ പിതാവിൻ്റെ ബീജത്തിൻ്റെ അണുവും മാതാവിൻ്റെ അണ്ഡവും തമ്മിൽ കൂടി ചേർന്ന് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ക്ലേശം തുടങ്ങി. നമ്മളെല്ലാം ആ ക്ലേശം വരുത്തി വെച്ച ആളുകളാണ് നമ്മുടെ ഉമ്മാക്ക്. ആ ക്ലേശം പിന്നെ വർദ്ധിക്കേ ഉള്ളൂ. ക്ഷീണത്തിൻ്റെ മേൽ ക്ഷീണം. വഫിസാലുഹു ആമൈനി, മുലകുടിയിൽ നിന്നും വിരമിക്കുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ്. പിന്നെ വിശുദ്ധ ഖുർആൻ 46-ാം അധ്യായം സൂറത്തുൽ അഹ്കാഫിന്റെ 15-ാമത്തെ വചനത്തിനും ആ വിഷയം പറയുന്നുണ്ട്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മനുഷ്യന്മാരോട് അല്ലാഹു തആല മാതാപിതാക്കളുടെ വിഷയത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. എന്താ? ഹമലത്തുഹു ഉമ്മുഹു കുർഹാ, അവൻ്റെ ഉമ്മ അവനെ ഗർഭം ധരിച്ചത് വിഷമം സഹിച്ചുകൊണ്ടാണ്. വവദഅതുഹു കുർഹാ, വല്ല വിഷമത്തോടു കൂടിയാണ് പ്രസവിച്ചത്. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ, ഗർഭധാരണയും 10 മാസമാണ്. ചില ആൾക്കാരൊക്കെ 4 കൊല്ലം വരെ ഗർഭിണികളാകുന്നൊക്കെ പ്രസ്താവന ഇറക്കിയ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. 4 കൊല്ലം വരെയൊക്കെ ഒരു പെണ്ണ് ഗർഭിണി ആയിരിക്കും പോലും. ഗർഭധാരണയും ഖുർആൻ എണ്ണിയത് 30 മാസമാണ്. 24 മാസം പാലൂട്ടൽ, മുലയൂട്ടൽ. ഗർഭധാരണ അത് 6 മാസം മുതൽ എപ്പോൾ വേണമെങ്കിലും പ്രസവിക്കാം. അതുകൊണ്ടാണ് ആ 6 മാസം മുതൽ തുടങ്ങിയത്. 30 മാസം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പ്രസവത്തെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് കാണാം, മറിയം അലൈഹിസ്സലാം പ്രസവിച്ചത്, ആ പ്രസവിക്കുന്ന സമയത്ത് മറിയം അലൈഹിസ്സലാം പറഞ്ഞത്, ഖാലത്ത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ,
ഈ പ്രസവം നടക്കുന്നതിന് മുമ്പെങ്ങാനും ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ, അത്രയധികം വേദനയാണ്. ആ വേദനയുടെ അളവും തോതൊക്കെ പറയുന്നുണ്ട് മെഡിക്കൽ സയൻസ്. അതൊന്നും വിവരിക്കാൻ പറ്റുന്ന ഒരു സമയമല്ല, സ്ഥലവുമല്ല ഇത്. അത്രയധികം വേദനയാണ്. മരണതുല്യം എന്നൊക്കെ പറയാം. അതിൻ്റെ അത്രയും കൂടെ ഉള്ളൂ മരണത്തിന് എന്നൊക്കെ പറയപ്പെടുന്നു. മറിയം അലൈഹിസ്സലാം പറഞ്ഞത്, യാ ലൈതനി മിത്തു ഖബല ഹാദ, ഇതിന് മുമ്പെങ്ങാനും ഞാനൊന്ന് മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ, വകുന്തു നസിയ മൻസിയ, ഞാനൊക്കെ ഒന്ന് വിസ്മരിക്കപ്പെട്ടു പോയെങ്കിൽ, എന്നെ ഈ ലോകം ഒന്ന് മറന്നു പോയിരുന്നെങ്കിൽ. അത്ര കഠിനമാണ് അതിൻ്റെ വേദന. ഈ സങ്കീർണതകൾ ഇതര ജീവികൾക്കില്ല, മനുഷ്യന്റെ പ്രത്യേകതയാണത്. സങ്കീർണതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇസ്ലാം ഗർഭധാരണവും പ്രസവവും മുലയൂട്ടലും പുണ്യ പ്രവൃത്തിയായി എണ്ണി. ഒരു പെണ്ണ് ഗർഭിണിയായി എന്ന് പറഞ്ഞാൽ അവരുടെ അമലു സ്വാലിഹാത്തിലേക്ക് പ്രവേശിച്ചു എന്നർത്ഥം. ചില മതങ്ങളുണ്ട്, ആ മതങ്ങൾ പെണ്ണ് ഗർഭം ധരിക്കലും ഗർഭധാരണ കാലഘട്ടത്തിലെ വേദനയും ക്ലേശവും പ്രസവത്തിലെ വേദനയുമെല്ലാം ദൈവത്തിൻ്റെ ശാപമാണെന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ ഇവിടെ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. ദൈവം ശപിച്ചതാണ്, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശപിച്ചുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്ന് എഴുതി വെച്ച ആൾക്കാരാണ് അവർ. ഏതായാലും ഗർഭാവസ്ഥ, പ്രസവം ഇസ്ലാം മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 65-ാം അധ്യായം സൂറത്തു തലാഖിന്റെ 6-ാം വചനത്തിൽ ആ വിഷയം പറയുന്നുണ്ട്. വഇൻ കുന്ന ഊലാത്തി ഹംലിൻ ഫഅൻഫിഖു അലൈഹിന്ന ഹത്താ യളഇന ഹംലഹുന്ന, അവരെങ്ങാനും ഗർഭിണികളായാൽ ആ ഗർഭം, അതായത് പ്രസവിക്കുന്നത് വരെയും അവർക്ക് നല്ല രീതിയിൽ ചെലവിന് കൊടുക്കണം. ഫൈൻ അർളഅന ലക്കും, അവരെങ്ങാനും നിങ്ങൾക്ക് വേണ്ടി മുലയൂട്ടുകയാണ് എങ്കിൽ, ആ പ്രയോഗം വല്ലാത്ത പ്രയോഗ. അവരെങ്ങാനും നിങ്ങൾക്ക് വേണ്ടി മുലയൂട്ടുകയാണെങ്കിൽ, അതായത് പ്രസവിക്കപ്പെട്ട കുഞ്ഞിന് മുലയൂട്ടുന്നത് ആ കുഞ്ഞിന്റെ പിതാവിന് വേണ്ടിയാണ്. ഉമ്മയുടെ ഉത്തരവാദിത്തമല്ല അത്. കൊടുക്കുന്ന ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ആ കുഞ്ഞിനെ അവർ മുലയൂട്ടുകയാണെങ്കിൽ ഫആതൂഹുന്ന ഉജൂറഹുന്ന, അതിൻ്റെ കൂലി അവർക്ക് കൊടുക്കണം. ഖുർആന്റെ പ്രഖ്യാപനമാണത്. ഈ വിഷയം പറഞ്ഞത് തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം തലാഖ് ചെല്ലാൻ പാടില്ല. ശുദ്ധിയുടെ കാലഘട്ടത്തിലാണ് തലാഖ് ചെല്ലേണ്ടത്. പ്രഗ്നൻസി പീരീഡിൽ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തലാഖിന്റെ ആരംഭത്തിൽ തന്നെ ആ വിഷയം പറയുന്നുണ്ട്. അപ്പൊ അത്രയും ഗൗരവമാണ് ഗർഭകാലഘട്ടം. ഗർഭകാലഘട്ടത്തിലെങ്ങാനും ഒരു പെണ്ണ് മരിച്ചാലോ, അല്ലാഹു റസൂൽ പറഞ്ഞൊരു ഹദീസ് കാണാം, വന്നുഫസാഉ യജുറുഹാ വലദുഹാ ബിസുറലിഹി ഇലൽ ജന്ന. പ്രസവ സമയത്തെങ്ങാനും ഒരു കുട്ടി, ഒരു സ്ത്രീ മരണപ്പെട്ടാൽ ആ കുട്ടി പൊക്കിൾ കുടിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. മാഷാ അല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോട് ചോദിച്ചു, ശുഹദാക്കളുടെ എണ്ണം എത്ര, ശുഹദാക്കൾ ആരൊക്കെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചാൽ അവർ ഷഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ എൻ്റെ സമുദായത്തിൽ ശുഹദാക്കൾ കുറഞ്ഞു പോകുമല്ലോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കളെ എണ്ണുകയാണ്. ഷഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ പാപവും പൊറുക്കപ്പെട്ടവരെന്നാണ് അർത്ഥം. ശുഹദാക്കളെ എണ്ണുകയാണ്. ഇന്ന ശുഹദാ ഉമ്മത്തി ഇദൻ ലഖലീൽ എന്ന് പറഞ്ഞിട്ട് പറയാണ്, അൽ ഖതീലു ഫീ സബീലില്ലാ വഹുവ ഷഹീദുൻ. അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചാൽ അവൻ ഷഹീദാണ്. വൽ മത്ഊൻ വൽ മബ്തൂൻ, വൈറസ് സംബന്ധമായ രോഗം, അതുപോലെ വല്ല മാറാ രോഗങ്ങൾ വന്നു, അതുപോലെ വൽ മർഅതു തമൂതു ബിജുംഇൻ ഷഹീദുൻ, ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ പ്രസവിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് മരിച്ചാൽ അവളും ഷഹീദാണ്. ഇമാം അബൂദാവൂദ് രേഖപ്പെടുത്തിയ ഹദീസാണിത്. അപ്പൊ അത്രയും മഹത്വം ഗർഭകാലഘട്ടത്തിനും പ്രസവത്തിനും ഇസ്ലാം കൊടുത്തു. ഇസ്ലാമിക ശരീഅത്തിന് അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത് മനുഷ്യന്റെ 5 കാര്യങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്ലാമിക ശരീഅത്ത്. ഒന്ന് ഹിഫ്ളുദ്ദീൻ, മതത്തിന്റെ സുരക്ഷ, വഹിഫ്ളുൻ നഫ്സ്, ശരീരത്തിന്റെ സുരക്ഷ, വഹിഫ്ളുൽ അഖൽ, ബുദ്ധിയുടെ സുരക്ഷ, വഹിഫ്ളുൽ ഇർദ്, അഭിമാനത്തിന്റെ സുരക്ഷ, വഹിഫ്ളുൽ മാൽ, സമ്പത്തിന്റെ സുരക്ഷ. ഈ 5 സുരക്ഷയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ശരീഅത്തിനെ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. അവിടെ ശരീഅത്തിന്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. ശരീരത്തിന്റെ സുരക്ഷ. ശരീരത്തിന് സങ്കീർണതകൾ ഉണ്ടാകുന്ന വിഷയമുണ്ടാകുമെങ്കിൽ യഥാവിധി ചികിത്സിക്കേണ്ട ഉത്തരവാദിത്തം വിശ്വാസിക്കുണ്ട്. അത് ബാധ്യതയാണ് അവനക്ക്. അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, ലികുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട്. ഫൈദാ ഉസീബ ദവാഉദ്ദാഇ,
ഒരു രോഗത്തിൻ്റെ മരുന്ന് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നതോടുകൂടെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ആ രോഗം ശിഫ കിട്ടും. ഒരിക്കൽ കുറേ ആളുകൾ വന്നു, അറാബികൾ, ഗ്രാമീണവാസികൾ, പല ഭാഗത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഇമാം അബൂദാവൂദ് രേഖപ്പെടുത്തിയ ഹദീസാണ്. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് അനതദാവ, ഞങ്ങൾ ചികിത്സിക്കാമോ? ചികിത്സിക്കാൻ അനുവാദമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാവു, നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ അസ്സ വജല്ല ലം യളഅ ദാഅൻ ഇല്ലാ വളഅ ലഹു ദവാഅൻ. ഒരു രോഗം അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സയും മരുന്നും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഇല്ലാ ഗൈറ ദാഇൻ വാഹിദ്, ഒരു രോഗത്തിനൊഴിച്ച്, ഒരു രോഗത്തിന് മാത്രം മരുന്നില്ല. അതേതാ? അൽ ഹറം. ഹറമാണ് വാർദ്ധക്യം. അതിന് മരുന്നില്ല, വാർദ്ധക്യം ഉണ്ടാകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചികിത്സിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു, മരുന്ന് ഉപയോഗിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അത് കാരണം ശരീരത്തിന് സങ്കീർണതകൾ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. പ്രസവം എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ സങ്കീർണതകൾ നിറഞ്ഞതാണ്. ഒരു മനുഷ്യ സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഭാരം വെച്ച് നോക്കുമ്പോൾ ലോകത്ത് ഏറ്റവും വലിയ കുട്ടിയെയും ഏറ്റവും ഭാരമുള്ള കുട്ടിയെയും പ്രസവിക്കുന്നത് മനുഷ്യ സ്ത്രീയാണ്. ശരീരത്തിൻ്റെ ഭാരം വെച്ച് നോക്കുമ്പോൾ 4 കിലോ വരെ ഉണ്ടാവും ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ, ഇല്ലേ? 100 കിലോ ഭാരമുള്ള കങ്കാരു പ്രസവിക്കുന്നത് 1 ഗ്രാം തൂക്കമുള്ള കുഞ്ഞിനെയാണ്. 100 കിലോ ഭാരമുള്ള കങ്കാരു. 5000 കിലോയിലധികം ഭാരമുള്ള ഒരു ആന പ്രസവിക്കുന്നത് 90 കിലോയുള്ള കുഞ്ഞിനെയാണ്. അപ്പൊ ശരീരത്തിന്റെ ഭാരം ആനുപാതികമായി വെച്ച് നോക്കുമ്പോൾ 40-50 കിലോ ഭാരമുള്ള ഒരു സ്ത്രീ പ്രസവിക്കുന്നത് 3-4 കിലോ ഭാരമുള്ള കുഞ്ഞിനെയാണ്. അപ്പൊ സങ്കീർണമല്ലേ? എന്തൊക്കെയാണ് അതിലുണ്ടാകുന്ന സങ്കീർണത? ട്യൂബൽ എക്ടോപിക് പ്രഗ്നൻസി എന്നൊരു പ്രശ്നം അവിടെ ബാധിക്കുന്നുണ്ട്. അതായത് ട്യൂബിൽ ഗർഭം ധരിക്കുക എന്നൊരു വിഷയം. ആ വിഷയത്തെ പറ്റിയൊന്നും ഞാൻ ആധികാരികമായി പഠിച്ച ആളല്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. എടുപ്പല്ല് വികസിക്കാതെ വരുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അതേപോലെ ബ്രീച്ച് ഡെലിവറി എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. മറുപിള്ളയുടെ പ്രശ്നം വരുന്നുണ്ട്. പൊക്കിൽക്കുടിയുടെ പ്രശ്നം വരുന്നുണ്ട്. തുടങ്ങി നിരവധി സങ്കീർണതകളാണ് ഒരു മനുഷ്യ സ്ത്രീ പ്രസവിക്കുമ്പോഴുണ്ടാകുന്നത്. ഇതൊന്നും ആന പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല, ഇതൊന്നും ആട് പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല. ആധുനിക മെഡിക്കൽ സയൻസ് വികസിക്കാത്ത കാലങ്ങളിൽ ഗർഭാവസ്ഥയെ പറ്റി കൃത്യമായ ധാരണയുള്ളവർ ഉണ്ടായിരുന്നെങ്കിലും ഇത്തരം വിഷയത്തെ പറ്റിയുള്ള അറിവില്ലായ്മ കാരണവും സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടും നിരവധി മരണങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ആ മരണനിരക്ക് ഇപ്പോൾ കുറഞ്ഞു. മെഡിക്കൽ സയൻസ് വികസിച്ചപ്പോൾ ഒരു പരിധിവരെ ഗർഭാശയ സംബന്ധമായ തകരാറുകൾക്ക് പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും കഴിഞ്ഞു. സങ്കീർണതകൾ പരിഹരിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ നിലവിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കൽ വിശ്വാസിക്ക് നിർബന്ധമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ വചനത്തിൽ ആ വിഷയം കൃത്യമായി പറഞ്ഞു. വലാ തുൽഖു ബിഐദീകും ഇല തഹ്ലുക. നിങ്ങളുടെ കരങ്ങളെ നാശത്തിൽ കൊണ്ടുപോയിടരുത്. രോഗിയായാൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യം വന്നാൽ, ഇപ്പൊ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ രോഗത്തിന് തുല്യമായി തന്നെയാണ് കാണുന്നത്. കാരണം ആ വിഷയത്തെ പറ്റി സാധാരണക്കാർക്കുള്ള അറിവുകൾ നഷ്ടപ്പെട്ടു, പഴയകാലം പോലെയല്ല. അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ നാശത്തിൽ പോയി വീഴാൻ പാടില്ല. വഅഹ്സിനു, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗൈനക്കോളജിസ്റ്റിനെ കാണണം. അതാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു തആല മുഹ്സിനീങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ആധുനിക വൈദ്യശാസ്ത്രത്തിന് എതിരല്ല. ചില ആളുകൾ അങ്ങനെ ഒരു അബദ്ധധാരണ മുസ്ലിമീങ്ങളിൽ വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് എതിരാണ് ഇസ്ലാം എന്ന് ചിന്തിച്ചുകൊണ്ട് പഴയകാല ചികിത്സ മതി എന്ന് പറഞ്ഞുകൊണ്ട് തിബ്ബുൻ നബി എന്ന പേരിലും അറബി ചികിത്സ എന്ന പേരിലും പല ചികിത്സകൾ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിക്കുന്നു. ഞാൻ അതിനെ അന്ധമായി വിമർശിക്കുകയല്ല, മറിച്ച് അപ്പേരിൽ അറിയപ്പെടുന്ന പല കാര്യങ്ങളുമാണ് ഇന്ന് മുസ്ലിമീങ്ങൾ ചില ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ മടി കാണിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്ലാം വിമർശകരും പറയുന്നുണ്ട് മുസ്ലിമീങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരാണ്. അവിടെ നമ്മൾ അറിയണം, യൂറോപ്പ് ഇരുട്ടുമൂടി നടന്നൊരു കാലഘട്ടമുണ്ട്. ആധുനിക മെഡിക്കൽ സയൻസിന്റെ കുത്തവക അവകാശപ്പെടുന്ന ക്രൈസ്തവ സഭയുടെ പല ആളുകളും അവർ മനസ്സിലാക്കണം, മധ്യകാല ക്രിസ്ത്യാനികൾ
അവർക്കൊരു പനി വന്നാൽ ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ട് പുതപ്പിട്ട് മൂടിയിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ശാസ്ത്ര സത്യം ലോകത്തോട് പറയാൻ പാടില്ല എന്ന് വാശി പിടിച്ചൊരു കാലഘട്ടം. ഡയലോഗ് കൺസേണിംഗ് ദ ചീഫ് വേൾഡ് സിസ്റ്റംസ് എന്ന പേരിൽ ഗലീലിയോ ഹീലിയോസെട്രിക് സിദ്ധാന്തത്തെ പറ്റി പറഞ്ഞു. അതായത് സൂര്യനാണ് സൗരയുധത്തിന്റെ കേന്ദ്രമെന്നും സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു എന്ന ആ സിദ്ധാന്തം പറഞ്ഞപ്പോൾ കത്തോലിക്ക സഭ വിളിച്ചു വരുത്തി, അത് തിരുത്തണമെന്ന് പറഞ്ഞു, മതവിചാരണ നടത്തി. അവസാനം അയാൾ തിരുത്തിയിട്ട് ഇറങ്ങി വരുമ്പോൾ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് സൂര്യൻ കൂപ്പുകുത്തുന്ന രംഗം കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞാലും ശരി, സൂര്യൻ ഭൂമിയെ വലം വെക്കുന്നു എന്ന് പറഞ്ഞു. ആ സത്യം വിശുദ്ധ ഖുർആൻ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യന് അതിന് കൃത്യമായിരിക്കുന്ന അതിന്റെ സഞ്ചാരപഥമുണ്ട്, അതിലൂടെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഖുർആൻ അന്നും പറയുന്നു, ഇന്നും പറയുന്നു. അവിടെ നമ്മൾ അറിയണം, ഈ വീട്ടിലെ പ്രസവം അതിൻ്റെ പിന്നിൽ ഉള്ള പ്രധാനമായ കാരണങ്ങൾ എന്താ? നിരവധി കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങളിൽപ്പെട്ടത് ചില ഹോസ്പിറ്റലുകളിൽ നിന്നും ചിലർക്കുണ്ടായ ദുരനുഭവങ്ങളാണ്. ഗർഭം പ്രസവം കാര്യങ്ങളിൽ അവബോധമുള്ള, കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരാൾ കൂടെ ഉണ്ടാവുകയും സങ്കീർണതകൾ ഒന്നുമില്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്ത ഒരാൾ വീട്ടിൽ പ്രസവിക്കാൻ തീരുമാനിച്ചാൽ അത് ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് കുറ്റാണോ? ഒരിക്കലല്ല. ഒരാൾ വീട്ടിൽ പ്രസവിക്കുകയാണ്, അയാൾക്ക് സങ്കീർണതകളൊന്നുമില്ല, അത് കൈകാര്യം ചെയ്യാൻ പറ്റിയ നല്ല വിദഗ്ധരായിരിക്കുന്ന ആളുകൾ ഒപ്പമുണ്ട് എങ്കിൽ ആകാം. ഇസ്ലാം എതിർക്കുന്നില്ല. ഇന്ത്യൻ നിയമം എതിർക്കുന്നുണ്ടോ? ഇന്ത്യൻ നിയമം എതിർക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകൾ ചർച്ച ചെയ്തത്? സമകാലിക വിഷയത്തെ പറ്റി നമ്മൾ വിമർശിക്കുന്നത് അതിൻ്റെ ഇടയിൽ അന്ധവിശ്വാസം തിരികെത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. രക്തം വാർന്ന് കൊണ്ടുപോകാൻ തയ്യാറായില്ല. ഗർഭാവസ്ഥയിൽ പ്രസവാനന്തരം ഗർഭപാത്രം ചുരുങ്ങുക എന്നൊരു പ്രക്രിയയുണ്ട്. അത് ചുരുങ്ങിയില്ല എങ്കിൽ ഒരു മിനിറ്റിൽ 250 മില്ലി രക്തം പുറത്തു പോകും. 10 മിനിറ്റ് ആകുമ്പോഴേക്കും അത് 2.5 ലിറ്ററായി. 20 മിനിറ്റ് ആകുമ്പോഴേക്കും ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്നും പുറത്തു പോകാൻ പിന്നെ രക്തം ഉണ്ടാകില്ല. 5 ലിറ്റർ അധികം ഒന്നും രക്തം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാവൂലല്ലോ. ഇവിടെ CM മടവൂർ അബൂബക്കർ മുസ്ലിയാർ വന്ന് രക്ഷപ്പെടുത്തും എന്ന വിശ്വാസത്തിലാണ് ആ രക്തം വാർന്ന് ആ പെണ്ണ് മരിക്കേണ്ടി വന്നത്. ഇത്തരം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ ഇപ്പോഴും അനവധിയുണ്ട്. അത് ഈ ഒരു വിഷയത്തെ പറ്റി മാത്രമല്ല, സിസേറിയന് വിധേയമാകാൻ പല പെണ്ണുങ്ങളും തയ്യാറാകുന്ന ചില വിഷയങ്ങളുണ്ട്. അത് മുസ്ലിമുകളിൽ മാത്രമല്ല. എന്താ അതിന് കാരണം? ഇന്ന നക്ഷത്രത്തിൽ ഇന്ന സമയത്ത് ജനിച്ചാൽ ആ കുട്ടി ഭാഗ്യമുള്ള കുട്ടിയായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് സിസേറിയന് വിധേയമാകുന്ന ആളുകളുണ്ട്. അതും അന്ധവിശ്വാസമാണ്. അതും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആധികാരികമായി പഠിക്കണം. സമൂഹത്തിൻ്റെ ഇടയിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളുകളെ കൃത്യമായി അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. പക്ഷേ അതിൻ്റെ മറവിൽ ഇസ്ലാമിൻ്റെ നേരെ കുതിര കയറാൻ വരുന്ന ആളുകൾക്ക് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് നമ്മുടെ ദീനിനെ സംബന്ധിച്ച് അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഅഫി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു തആല മലിക്കും ബർറഊഫുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഇത്രയും വിഷയങ്ങൾ ഇവിടെ സംസാരിച്ചപ്പോൾ അത് നമ്മുടെ മെഡിക്കൽ സയൻസ്, ആധുനിക മെഡിക്കൽ സയൻസിന് 100% വെള്ളപൂശലാണ് എന്നാരും ധരിക്കേണ്ട. അബദ്ധങ്ങളും അപാകതകളും എല്ലായിടങ്ങളിലുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊരു വിഷയവും വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുഅ്മിനീങ്ങൾ എന്ന നിലയിൽ മനസ്സിലാക്കേണ്ടത് അവിടങ്ങളിൽ നിരപരാധികൾ ബലിയാടുകളാകാൻ പാടില്ല. സത്യത്തിൽ അവിടെ ഒരുപാട് നിരപരാധികൾ ബലിയാടുകളായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഒരു സ്ത്രീ മരണപ്പെട്ടു. ആ സ്ത്രീക്ക് 5 മക്കളാണ്. ആ പ്രസവിക്കപ്പെട്ട കുട്ടി ഉൾപ്പെടെ 5 മക്കളാണ്. ആ 5 മക്കൾ ശരിക്കും അനാഥാവസ്ഥയിലാണ്. അവരുടെ ഉമ്മയെ പറ്റിയാണ് ആ പെണ്ണ് അവരുടെ ജീവിത കാലഘട്ടത്തിൽ മുഖം മറച്ചാണ് പുറത്തിറങ്ങിയിരുന്നത്. പക്ഷേ മുഖം മറയ്ക്കാത്ത ഫോട്ടോ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിച്ച ആളുകളുണ്ട്. വലിയ കുറ്റമല്ലേ? ഏറ്റവും വലിയ കുറ്റമാണ് ആ ചെയ്തത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ 5 മക്കൾ, ആ മക്കൾ അനാഥകളാണ്. ആ കുട്ടിയുടെ അവരുടെ പിതാവ് എന്ത് തന്നെയാണെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടു.
അവിടെയെല്ലാം മനുഷ്യത്വപരമായ ഒരു നിലപാട് മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകണം. സംഗതി അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായാലും അവിടെയെല്ലാം നമ്മൾ അതിൻ്റെ പിന്നിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാതെ പോകുന്നത് ഏറ്റവും ആപത്താണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഒരാളുടെയും അഭിമാനം തകർക്കാൻ പാടില്ല. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, 5 മഖാസിദുകളെ പറ്റി, മഖാസിദു ശർഇയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന 5 കാര്യങ്ങൾ, 5 സംരക്ഷണം. അതിൽ 4ാമത്തെ സംരക്ഷണം ഹിഫ്ദുൽ ഇർളാണ്, അതായത് അഭിമാന സംരക്ഷണമാണ്. അഭിമാനം തകർക്കുന്ന രീതിയിലുള്ളതായ ഒരു പ്രചരണവും മുഅ്മിനീങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ആപത്തുകളിലോ അബദ്ധങ്ങളിലോ നമ്മൾ പെട്ടുപോയിട്ടുണ്ട് എങ്കിൽ പിന്മാറാൻ തയ്യാറാകണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.